നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുടുംബത്തിൽ അടുത്തിടെയായി വിശദീകരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ? പരസ്പരം ജീവനായിരുന്ന ഭർത്താവും ഭാര്യയും തമ്മിൽ ഇപ്പോൾ എപ്പോഴും വഴക്കാണോ? വളരെ മിടുക്കരായിരുന്ന നിങ്ങളുടെ മക്കൾ പെട്ടെന്ന് വഴിതെറ്റി പോകുന്നതായോ പഠനത്തിൽ പിന്നോട്ടു പോകുന്നതായോ തോന്നുന്നുണ്ടോ? വീട്ടിലെപ്പോഴും ഒരു അസ്വസ്ഥതയും സാമ്പത്തികമായ വലിയ തകർച്ചകളും നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, ഇതൊന്നും സാധാരണ സംഭവിക്കുന്നതല്ല. ആരെങ്കിലും എൻ്റെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും കൂടോത്രം ചെയ്തതാണോ, അല്ലെങ്കിൽ കൈവശം ചെയ്തതാണോ എന്ന്. ഇന്ന് നമ്മൾ ഈ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആ അദൃശ്യ ശക്തി എന്താണെന്നും അതാരാണ് ചെയ്യുന്നതെന്നും അതിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ എങ്ങനെ എന്നേക്കുമായി രക്ഷിക്കാമെന്നും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കും. വീഡിയോ അവസാനം വരെ കാണുക, കാരണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി ചിലപ്പോൾ ഈ അറിവിലായിരിക്കും. നമുക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് ഈ കൂടോത്രം അല്ലെങ്കിൽ കൈവശം? സിനിമാ കഥകളിൽ കാണുന്നത് പോലെ രാത്രിയിൽ ശവപ്പറമ്പിൽ പോയി ചെയ്യുന്ന പൂജകൾ മാത്രമല്ല ഇത്. സയൻസും ലോ ഓഫ് അട്രാക്ഷനും ഇതിനെ വിളിക്കുന്നത് നെഗറ്റീവ് എനർജി പ്രൊജക്ഷൻ എന്നാണ്. പഴയകാലത്ത് ഇതിനെ കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് വിളിച്ചു. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും അവരുടേതായ ഒരു ഊർജ വലയമുണ്ട്. നിങ്ങളോട് കടുത്ത അസൂയയും വെറുപ്പുമുള്ള ഒരാൾ നിരന്തരമായി നിങ്ങളുടെ തകർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ആ ഇരുണ്ട ഊർജം ഒരു അമ്പ് പോലെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പാഞ്ഞു വരികയാണ്. ഒരു വ്യക്തിയുടെ നെഗറ്റീവ് ചിന്തകൾക്ക് നിങ്ങളുടെ വീട്ടിലെ സന്തോഷം കെടുത്താൻ കഴിയും എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതാണ് യഥാർത്ഥ കൈവശം. നിങ്ങളുടെ കുടുംബത്തിനുമേൽ ഇത്തരം അദൃശ്യമായ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പ്രപഞ്ചം 5 ലക്ഷണങ്ങൾ കാണിച്ചു തരും. അവ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. 1. അകാരണമായ ദേഷ്യവും അകലലും. ഒരു കാരണവുമില്ലാതെ ഭർത്താവിനോ ഭാര്യയ്ക്കോ നിങ്ങളോട് കടുത്ത ദേഷ്യം തോന്നുക. നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അവർക്കത് കുറ്റമായി തോന്നും. നിങ്ങളെ കാണുന്നത് തന്നെ അവർക്ക് വെറുപ്പായി മാറും. 2. മക്കളുടെ സ്വഭാവമാറ്റം. യാതൊരു ദുശ്ശീലങ്ങളും ഇല്ലാതിരുന്ന കുട്ടികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, നിങ്ങളെ അനുസരിക്കാതിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും രോഗങ്ങൾ വന്ന് കിടപ്പിലാവുക. 3. വീട്ടിലെ ശ്വാസം മുട്ടൽ. പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാകില്ല, എന്നാൽ സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭാരവും ശ്വാസം മുട്ടലും അനുഭവപ്പെടുക. വീട്ടിലെപ്പോഴും ഒരു നെഗറ്റീവ് മൂഡ് നിലനിൽക്കുക. 4. തുടർച്ചയായ സാമ്പത്തിക തകർച്ച. എത്ര പണം വന്നാലും അതെല്ലാം അപ്രതീക്ഷിതമായ ആശുപത്രിയിലോ മറ്റു പ്രശ്നങ്ങൾക്കോ ആയി ചിലവായി പോവുക. പണം കയ്യിൽ നിൽക്കാതിരിക്കുക. 5. ദുസ്വപ്നങ്ങളും ഉറക്കമില്ലായ്മയും. രാത്രികളിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക, അല്ലെങ്കിൽ എപ്പോഴും ആരോ നിങ്ങളെ നിരീക്ഷിക്കുന്നതായി തോന്നുക. ഈ ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ആരോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആരാണിത് ചെയ്യുന്നത്? ദൂരെയുള്ള നിങ്ങളുടെ ശത്രുക്കളായിരിക്കില്ല ഇത് ചെയ്യുന്നത്. മിക്കവാറും നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് കയറി വരുന്ന, നിങ്ങളോട് സ്നേഹം നടിക്കുന്ന ചിലരാണ്. അവർ നിങ്ങളുടെ പുതിയ വീട് കാണുമ്പോഴോ, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സ്നേഹം കാണുമ്പോഴോ, മക്കളുടെ വിജയം കാണുമ്പോഴോ ഉള്ളാലെ കത്തുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ അവർക്ക് വലിയ താൽപ്പര്യമായിരിക്കും, എന്നാൽ നിങ്ങളുടെ സന്തോഷങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മുഖം മാറും. ഇത്തരക്കാരുടെ അസൂയ നിറഞ്ഞ കണ്ണുകൾക്കും വാക്കുകൾക്കും വലിയ വിഷമുണ്ട്. അവരെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ വീടിൻ്റെ രഹസ്യങ്ങൾ ഇനി അത്തരക്കാരുമായി പങ്കുവെക്കരുത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാം? ഇതിനായി നിങ്ങൾ വലിയ പൂജകളോ ലക്ഷങ്ങൾ ചിലവാക്കിയുള്ള പരിഹാരങ്ങളോ ചെയ്യേണ്ടതില്ല. ഇരുട്ടിനെ മാറ്റാൻ ഒരു ചെറിയ വെളിച്ചം മതി. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പോസിറ്റീവ് വൈബ്രേഷൻ വർദ്ധിപ്പിക്കുക എന്നതാണ് ഏക പോംവഴി. അതിനായി 3 കാര്യങ്ങൾ ചെയ്യുക. 1. ഉപ്പുവെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം. നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ ഉപ്പിന് വലിയ കഴിവുണ്ട്. ആഴ്ചയിൽ 2 ദിവസം വീട് തുറക്കുമ്പോൾ
വെള്ളത്തിൽ അല്പൽപ്പം കല്ലുപ്പ് ചേർക്കുക. ഇത് വീട്ടിലെ ദുഷിച്ച ഊർജത്തെ ഇല്ലാതാക്കും. 2. ശബ്ദത്തിൻ്റെ ശക്തി. വീട്ടിലെപ്പോഴും വഴക്കിൻ്റെയും സങ്കടത്തിൻ്റെയും ശബ്ദങ്ങൾക്ക് പകരം രാവിലെയും വൈകുന്നേരവും വളരെ ശാന്തമായ മന്ത്രങ്ങളോ പ്രാർത്ഥനകളോ ഹീലിംഗ് മ്യൂസിക്കോ വെക്കുക. ശബ്ദതരംഗങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം മാറ്റാൻ കഴിയും. 3. നിശബ്ദത പാലിക്കുക. നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളും കുടുംബത്തിലെ സന്തോഷങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ പോയി അമിതമായി പ്രദർശിപ്പിക്കാതിരിക്കുക. പ്രൈവറ്റ് ലൈഫ് ഈസ് എ ഹാപ്പി ലൈഫ്. നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മാത്രം നിൽക്കട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ നിങ്ങളോട് കാണിക്കുന്ന ദേഷ്യം അവരുടെ യഥാർത്ഥ സ്വഭാവമല്ല എന്ന് തിരിച്ചറിയുക. അത് അവർക്ക് ചുറ്റും ആരോ സൃഷ്ടിച്ച നെഗറ്റീവ് എനർജിയുടെ സ്വാധീനമാണ്. അത് സ്നേഹം കൊണ്ടും പോസിറ്റീവ് ചിന്തകൾ കൊണ്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിലെ സ്നേഹമാണ്. അതിനെ തോൽപ്പിക്കാൻ ഒരു കൂടോത്രത്തിനും കഴിയില്ല. നിങ്ങളുടെ കുടുംബത്തെ ഈ അദൃശ്യ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എൻ്റെ കുടുംബം സുരക്ഷിതമാണ് എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ താഴെ കമൻ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. സക്സസ് മന്ത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.